സക്കാത്തിന്റെ കാര്യത്തിൽ എപ്പോഴും പറയും കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണമാണ് അതിന് മാനദണ്ഡം വെക്കേണ്ടത്, അതല്ല വെള്ളിയാണ് എന്ന് പറയുന്നത്. ഇപ്പോ ഇത്തെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ സ്വർണവും വെള്ളിയൊക്കെ വലിയ വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ അതില് എന്താണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? ഇതില് പിന്നെ രണ്ട് വീക്ഷണമാണ് ഫുഖഹാക്കൾക്കിടയിൽ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 200 ദിർഹം എന്ന് പറഞ്ഞാലും 20 ദീനാർ എന്ന് പറഞ്ഞാലും ഒരേ വാല്യൂ ആണ്. ഇന്ന് നിങ്ങളെ കൈവശം 200 ദിർഹമോ എൻ്റെ കയ്യിൽ 20 ദീനാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞയല്ല അതിൻ്റെ അപ്പുറം എന്തോ കാർഡുണ്ടത് എന്നുവെച്ചാൽ പറ്റ അവശനായ 50,000 ഉറുപ്പ്യ എങ്ങാണ്ടേ വരുള്ളൂ. എന്നാൽ 85 ഗ്രാം സ്വർണത്തിന് എത്ര വില? അപ്പോൾ 1:10 ഏതാണ്ട് റസൂലിൻ്റെ കാലത്തും തൊട്ടടുത്ത കാലത്തൊക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് 1:100 വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യത്യാസം വന്നു. അതെ. അപ്പോൾ ഈ കറൻസിയും നാണയങ്ങളും ഇന്നത്തെ കാണുന്ന നാണയങ്ങളും കറൻസിയൊന്നും റസൂലിൻ്റെ കാലത്തോ ശേഷമുള്ള കാലത്തോ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇന്നൊരാളടുത്ത് കറൻസി എത്ര ഉണ്ടായാലാണ് കൊടുക്കേണ്ടത്? ഇങ്ങനെ വന്നാൽ ഒരു വിഭാഗം ഫുഖഹാക്കൾ പറയുന്നത് ഏറ്റവും മൂല്യം കുറഞ്ഞതിനെ മാനദണ്ഡാക്കണം. മൂല്യം കുറഞ്ഞത് ഇപ്പോൾ വെള്ളിയാണ്. അതിന് അങ്ങനെ ആക്കുന്നത്, അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ആളുകൾ സക്കാത്ത് കൊടുക്കും. സക്കാത്ത് കൊടുക്കുന്നവർ കൂടും. അതാണ് ഫുഖറാക്കൾക്ക് മെച്ചം. അതാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ മറ്റ് വിഭാഗം അവർ പറയണത് അങ്ങനെ ഫുഖറാക്കൾക്ക് മെച്ചം എന്നൊന്നും ഇസ്ലാമിൽ ഫുഖറാക്കളോട് പ്രത്യേക ഇഷ്ടവും ദരിദ്രരോട് പ്രത്യേകമായ അള്ളാഹ്ക്ക് ദരിദ്രരോട് പ്രത്യേകമായ ഇഷ്ടവും ധനികരോട് പ്രത്യേകമായ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പരിഗണിക്കുക എന്നതാണല്ലോ ഒന്നത്. രണ്ടാമത് അള്ളാഹു സക്കാത്ത് ചുമത്തിയിട്ടുള്ളത് ഖനി എന്ന് പറയുന്നവർക്ക്, അഗ്നിയാകൾക്ക്. ലാ സദഖത ഇല്ല അൻ വഹരി ഖിന, ഐശ്വര്യത്തിൻ്റെ ധന്യത ഇവിടെ പുറത്തല്ലാതെ സക്കാത്തില്ല എന്നാ. അപ്പം ഇങ്ങനെയുള്ള ഒരാൾ സക്കാത്ത് കൊടുക്കണം. ഒരു തട്ടുകട ഉള്ളതും സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഒന്നത് ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോഴും മറ്റ് സാധനങ്ങളുടെ വസ്തുക്കളുടെ വില വെച്ച് നോക്കുമ്പോഴും. അപ്പോൾ ലോകത്ത് മുഴുവൻ സ്വർണത്തിൻ്റെ ബേസിലാണ് കറൻസികളൊക്കെ അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുകയും കണക്കാക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾ ധനികനാകുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരാളുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു ഖനീനാണ്, അഗ്നിയാക്കൾക്കാണ് സക്കാത്ത് ചുമത്തി അതുകൊണ്ട് അതാണ് സ്വർണ്ണമാണ് മാനദണ്ഡമാക്കേണ്ടത് എന്ന് വേറൊരു വിഭാഗം പണ്ഡിതന്മാരും പറയുന്നു.